നമസ്കാരം, ഞാൻ അനിൽ ഗോപി. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചലിനടുത്ത് കോട്ടൂർ എന്ന സ്ഥലത്താണ്. ഇവിടെ അടുത്ത് കുറ്റിച്ചലിൽ ഞാനൊരു ബിസിനസ് സംബന്ധമായ ആവശ്യം വന്നപ്പോഴത്തേക്ക് ഇവിടെ അടുത്തൊരു എലിഫൻറ്റ് പാർക്ക്, അതായത് എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വെച്ച് വന്നതാണ്. ഇതാണ് എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ കവാടം. അതായത് ഈ ഒരു പോർഷനിലാണ് വണ്ടി പാർക്ക് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത്. ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. പിന്നെ ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് ടിക്കറ്റ് കൗണ്ടർ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് കൗണ്ടറിന് അടുത്തായിട്ട് തന്നെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ലഭിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, അതായത് എന്താ പറയുക, തേന്, സ്ക്വാഷ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഇക്കോ ഫ്രണ്ട്ലി ആണ്, പക്ഷേ ഇക്കോ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞെങ്കിലും ഇതിലുള്ള ഐറ്റംസ് ഒക്കെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് അവർ നിറച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെങ്ങനെ ഇക്കോ ഫ്രണ്ട്ലി എന്ന് എനിക്ക് പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഇത് ആനകളുടെ പുനരധിവാസ കേന്ദ്രം, എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. അതായത് കാട്ടിൽ നിന്ന് പുറത്തേക്ക് ബൈ ചാൻസ് വരുന്ന ആനകളും അതുപോലെ തന്നെ കുട്ടി ആനകളൊക്കെ അതിൻ്റെ ആനയുടെ അമ്മ ഉപേക്ഷിച്ച് പോകുന്നതും അത്തരത്തിലുള്ള ആനകളെ പുനരധിവസിപ്പിക്കുന്ന ഏരിയ ആണിത്. കമ്പി വലിച്ച് പൊട്ടിക്കാൻ നോക്ക്. ഇതിനകത്ത് കുഞ്ഞു ആനകൾ, അതായത് 6 വയസ്സ് മുതൽ 8 വയസ്സിലുള്ള ആനകൾ, അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും പ്രായം കൂടിയ ആനയും ഇവിടെ കാണാൻ സാധിക്കുന്നേക്ക്. അപ്പോൾ അതിനകത്ത് ഇപ്പം ഉള്ള ആനകൾ ഏകദേശം 50-50ഓളം ആനകളെ അധിവസിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിനകത്തുള്ള ഇപ്പോൾ ഇവിടെ കുറച്ച് ആനകൾ മാത്രമേ ഉള്ളൂ. കുറേ ആനകളെ കോന്നി ഏരിയകളിലൊക്കെ ഇതിന് എന്താ പറയുക, ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടാണുള്ളത് അവർ പറയുന്നത്. ഓരോ ചെറിയ ചെറിയ കൂടുകളായിട്ടാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത്. കൂടുകളെന്നാണ് അവർ പറയുന്നത്. ശരിക്കും അതിൻ്റെ പേരെന്താ എനിക്കറിയില്ല. അതായത് ആനയുടെ കൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പക്ഷിക്കൂട് പോലെ അല്ലെങ്കിൽ കോഴിക്കൂട് പോലെ അല്ല, നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഓരോ ഏരിയയിലും 5-10 ആനകൾ നിൽക്കുന്ന രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് കൂടുകൾ ഇവരിവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു കൂട്ടിൽ 85 വയസ്സുള്ള ആനയാണെന്നാണ് പറയുന്നത്. ഏഷ്യയിലെ ഏറ്റവും വയസ്സ് കൂടിയ ആനയെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അടുത്ത കാലത്ത് 110 വയസ്സുള്ള ആന ബംഗാളിലുണ്ടെന്നൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിലും പ്രായം കുറഞ്ഞ ആനയായിട്ട് മാറി എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഒരു ആനയെക്കുറിച്ച് കറക്റ്റ് ഒരു റിപ്പോർട്ട് അവർ പറയുന്നില്ല. എന്നാലും അങ്ങനെ അവർ പറയുന്നത്. എന്തായാലും ഈ ആനയെ കൂടെ നമുക്കൊന്ന് കാണാം. 85 വയസ്സായിട്ട് ഈ ആനയ്ക്ക്. പറഞ്ഞ അത്യാവശ്യം കാഴ്ചക്ക് ചെറിയ 1-2 പ്രശ്നങ്ങളല്ലാണ്ട് വേറെ ആരോഗ്യത്തിന് വേറെ പ്രശ്നങ്ങളില്ലാന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് കാണുന്നത് നല്ല ആരോഗ്യമുണ്ടല്ലേ ആനയ്ക്ക്? വേറെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. കാഴ്ചയ്ക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ആ കൊമ്പ് മുറിച്ചിരിക്കുന്നു. എറിയോ അത്? കുരങ്ങെന്തോ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? ബാക്ക്ഗ്രൗണ്ടിൽ കുരങ്ങിൻ്റെ എന്തോ ശബ്ദം, എന്തോ ഒരു പക്ഷിയുടെ ശബ്ദം. അതറിയില്ല. ഇത് വേറെ കൂടാട്ടോ. ഇവിടെയൊക്കെ പലയിടത്തും കൂടുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതവർ പറഞ്ഞു കേട്ടോ, എല്ലായിടത്തും കൂടുകൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത്.
ഏതാ പക്ഷിയുടെ ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ ആ ശബ്ദം? പല പ്രജാതികളും കാണുക. മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പടക്കം പൊട്ടിക്കാതെ വെച്ചിട്ട് നമ്മൾ അല്ല, മുറിവ് വന്നു കഴിഞ്ഞാൽ ഇത് അല്ല അരച്ചല്ലേ മുറിവിൽ വെക്കുന്നത്. രസമുള്ള വഴി കേട്ടോ. കാണാനില്ല, പണ്ടൊക്കെ ഇഷ്ടം പോലെ നമ്മളെ വീട്ടിൻ്റെ പുറകെ ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇതിലൂടെ കാണാൻ. ഓക്കെ ബൈ, നമുക്ക് പിന്നെ അടുത്ത തവണ കാണാം. അടുത്ത തവണ കാണാം ആനയെ. ഫാമിലി ആയിട്ട് വരാം ഒരു ദിവസം വരുമ്പോഴേ. കുറച്ചുകൂടെ ആനകൾ വരട്ടെ ഇവിടെ. എൻ്റെ ആന കാടിൻ്റെ ഭംഗി. അതുപോലെ തന്നെ ഇവിടെ 4-5 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാൻ കണക്കായിട്ട് നിങ്ങൾ വരിക. അതായത് ഇവിടുത്തെ സെക്യൂരിറ്റി അതുപോലെ അടുത്ത് ചോദിച്ചിട്ടുള്ള അറിവ് വെച്ചാൽ ഞാൻ ഈ പറയുന്നത്. അതായത് ഇതിനടുത്തായിട്ടാണ് നെയ്യാർ റിസർവോയർ. അപ്പോൾ അവിടെ ബോട്ടിംഗ് സംവിധാനമൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ സ്വന്തമായിട്ട് കാലുകൊണ്ട് ചവിട്ടി പോകുന്നത് പെഡൽ ബോട്ട് സംവിധാനമുണ്ട്. അവരിപ്പോൾ ചാർജ് അവർ പറയുന്നത് 100 രൂപയാണ്. 2 പേർക്ക് അതിനകത്ത് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ കെട്ടുവഞ്ചി, അത് വട്ടത്തിലുള്ള ഒരു വഞ്ചി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരിക്കും എൻ്റെ പേര് എനിക്കറിയില്ല. പേരറിയുന്നവർ കമൻറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ കെട്ടുവഞ്ചി എന്നാണ് അവർ പറഞ്ഞത്. ഇതിനകത്ത് 5 പേർക്ക് യാത്ര ചെയ്യാം. അതിൽ 4 പേരാണ് ടോട്ടലി പറയുന്നത്, ഇൻക്ലൂഡിങ് അതിൻ്റെ വഞ്ചി തുഴയുന്ന ആൾ. അവിടെയുള്ള ആൾ തന്നെയാണ് തുഴയുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 5 പേർക്ക് ഇതിനകത്ത് യാത്ര ചെയ്യാം. ഇതിനകത്ത് ഇരുന്ന് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കുഷൻ സീറ്റൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മൾ തിരുവനന്തപുരം ജില്ലക്കാർക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ ഇത്രയും കാലത്തിന് ശേഷം ഇങ്ങനൊരു ഏരിയ ഇത്ര അടുത്തുണ്ടെന്നുള്ള അറിയുന്നത് ഞാൻ കുറ്റിച്ചൽ പോയപ്പോഴത്തേക്കാണ്. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. എന്തായാലും നിങ്ങൾ ഫാമിലി ആയിട്ട് വരാൻ ശ്രമിക്കുക. വളരെ മനോഹരമായ സ്ഥലമാണ്. കുറച്ച് കാലം കൂടെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആനകളിവിടെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, അതിനകത്ത് കുറേ ആനകൾ ട്രെയിനിങ്ങിനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ കോന്നി ഏരിയയിൽ കൊണ്ടുപോയിട്ടുള്ളത്. ഇവിടെ വലിയൊരു ഗ്രൗണ്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആനകളെ എന്താ പറയുക, പരേഡും ഇതുപോലുള്ളതൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, മറ്റ് ആൾക്കാർ വരുമ്പോഴത്തേക്ക് അത് അങ്ങനെ ഒരു കാഴ്ച ആൾക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണി തീർന്നിട്ടില്ല. അത്തരത്തിൽ കുറേ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് പറയുന്നവർ ആനകളെ, ഇവിടെയുള്ള ആനകളെ മറ്റേ ഏരിയയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. തിരിച്ചതിനെ കൊണ്ടുവരും. അപ്പോഴത്തേക്ക് കുറച്ച് ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പണി തീരുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ഒരു കൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ കയറുമ്പം തന്നെ കാണുന്ന ഒരു കൂടാണ് ഇത്. ഞാൻ ഈ കൂടെന്നുള്ള വാക്ക് ശരിയാണെന്ന് എനിക്കറിയില്ല. അവർ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ പറയുന്നതാണിത്. ഇവിടെ ഇപ്പം 3 ആനകളുള്ളത്. എൻ്റെ പേരുകൾ അവർ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇതൊരു 25 വയസ്സുള്ള ഒരു ആനയാണ്. ഇപ്പോൾ ആനകൾക്കെല്ലാം അവർ കറക്റ്റ് ഒരു ഏജ് അവർ പറയുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന കൂടിലുള്ളതെല്ലാം 6 വയസ്സിന് മുതൽ 12 വയസ്സിലുള്ള ആനകളാണ് ഈ കൂട്ടിനകത്തുള്ളത്. അതുപോലെ തന്നെ ഭക്ഷണ സൗകര്യത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ 4-5 പേര് പോകുന്നതിനുള്ള ഭക്ഷണം എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അല്ലാതെ നിങ്ങൾ ടീമായിട്ടാണ് നിങ്ങൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്ത നമ്പറിൽ വിളിച്ച് അതിനെ ബുക്ക് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. എൻ്റെ കയ്യിലുള്ള നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ ടിക്കറ്റ് എടുത്തപ്പോൾ ഉണ്ടായിരുന്ന നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് ഈ നമ്പർ ഞാൻ പറയാം, 8547602969. എന്തായാലും ഈ ആനയുടെ പുനരധിവാസ കേന്ദ്രത്തെക്കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഞാനിതിൻ്റെ റൂട്ട് ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് പിന്നെ കുറ്റിച്ചലാണ് ശരിക്കും എത്തേണ്ടത്. കുറ്റിച്ചലിൽ നിന്ന് മാക്സിമം ഒരു 5 കിലോമീറ്ററാണ് ഈ പർട്ടിക്കുലർ കോട്ടൂരേക്കുള്ളത്. അവിടുന്ന് പിന്നെ കോട്ടൂർ ജംഗ്ഷൻ ഒരു 2.5 കിലോമീറ്റർ 3 കിലോമീറ്ററാണ് എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്.
അപ്പോൾ എന്തായാലും ഞാനൊരു ഏകദേശ ഡിസ്റ്റൻസാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അത് കൂടാ അല്ലെങ്കിൽ കുറയാം. എന്തായാലും എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിനെ കുറിച്ചുള്ള ഏകദേശ ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുന്നു. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വേറെ ദിവസത്തിൽ കാണാം. ഓക്കെ, ബൈ.